ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു. 5-6 ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ? അപ്പം എല്ലാവരും കമൻറ്റ് കൂടിയും അതേപോലെ നമ്മൾ വാട്സപ്പ് കൂടിയും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ, കുട്ടികൾക്ക് വയ്യായി ഉണ്ടോ, ഉമ്മാക്ക് വയ്യായി ഉണ്ടോ, എന്താ വീഡിയോസ് ഇടാത്തതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല മക്കളെ, നമ്മളെ ഫോണ് വീണ് പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നാക്കി മെല്ലെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഇടയിലേ പൊന്നു തട്ടിയതാണ് കേട്ടോ. ആയിത്ത വിളിച്ചിരുന്നു, ആയിത്താക്ക് വോയിസ് കൊടുക്കണതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ബെഡ് മെറ്റീരിയലിൻ്റെ കാര്യം ഇങ്ങനെ വർത്താനം പറയുന്ന ഇടയിലാണ് കേട്ടോ പൊട്ടിയത്. അപ്പോൾ പൊട്ടുകാരനാ ഫോണ് നന്നായിട്ട് അടഞ്ഞു വീണപ്പോഴേ ഡിസ്പ്ലേക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പം അതിൻ്റെ തലച്ചോറാണല്ലോ പൊട്ടിക്കുന്നത്. തലച്ചോറ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും നന്നാക്കാൻ പറ്റൂലായിരുന്നു. എന്തായാലും അവർ അതിൻ്റെ ബോർഡൊക്കെ കിട്ടിയിട്ട് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കഥ വേറെ കിടക്കുന്നുണ്ട് മക്കളെ. പറഞ്ഞു കൊടുത്താൽ ഇതോ പാസ്വേഡ് ഇമെയിലും അറിയില്ല. അപ്പം അത് ഓരെന്താട്ടിക്കണ അതിൽ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കണ്. അപ്പം എന്നാൽ വേറെ ഫോണിലെടുക്കാം. വേറെ ഫോണില്ല, തൽക്കാലം ഒരു സാധാ സെറ്റുള്ളൂ. നമ്മൾ ആ മെറ്റീരിയൽസിൻ്റെ കാര്യമൊക്കെ പറയാനും വേണ്ടിയിട്ട് അതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, ക്യാമറ ഒക്കെ പൊട്ടിയതാണ്. അപ്പോൾ അതിലും ഇല്ല ഈ അക്കൗണ്ട്. അപ്പം തൽക്കാലം ഓനെ നമ്മളെ പൊട്ടിയ ഫോണിലാണ് അക്കൗണ്ട് വെച്ചിരുന്നത്. അപ്പം ഞാൻ ഓപ്പൺ ആകാതെ തുറയില്ലാന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചോണ്ട് കേട്ടോ. എന്നെപ്പോലെ കുറേ ആളുകളുണ്ടാവും എഴുതി വെക്കാതെ മറന്നു വെച്ചോക്കെ. അപ്പോൾ നമ്മളെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും ഒക്കെ എഴുതി വെക്കണം കേട്ടോ. ഇത് ഞാൻ ആകെ ഭയങ്കര ടെൻഷനായിട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനായി. പിന്നെ നമ്മളൊരു പഴയ സെറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഓനെ എന്തൊക്കെയോ കാണിച്ച് ഓപ്പൺ ചെയ്തിട്ടാണ്ടാണ് നമ്മളെ ഇമെയിൽ ഐ ഡി ഒക്കെ കിട്ടിയത് കേട്ടോ. പിന്നെ എന്താ വ്ളോഗൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരുപാട് വ്ളോഗുകളൊക്കെ എടുക്കാം ഇൻഷാ അല്ലാ. എല്ലാവരും വെയിറ്റിങ്ങിലറിയാം. കുറേ ആളുകൾ മെസ്സേജ് ഇട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തോ താത്ത കാണായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, കുട്ടികളെന്നും കാണായിട്ട്. നമ്മളെന്നും കാണുമ്പോൾ ഒരു ഫാമിലി പോലെ ആയല്ലോ അല്ലേ ഋതുവോ? എന്താ പറയാലോ അവരോട്? ആരും എന്താ പഴയ മൊബൈൽ ഒഴിവാക്കാതെ കപ്പിന്ന് കിട്ടിയ മൊബൈൽ ഉണ്ടപ്പോ യൂട്യൂബ് കിട്ടി. പഴയ ഫോൺ ഉണ്ട് കേട്ടോ. പഴയത് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ആ ഉള്ളിയും തക്കാളിയും മുറിച്ച് കാണ്ടൊക്കെ ഒരു യൂട്യൂബ് തുടങ്ങിയില്ലേ, അത് എന്താ വർക്ക് ചെയ്യായിട്ട് വേസ്റ്റ് ആക്കി വെച്ചിരുന്നു. എന്നിട്ട് ഒഴിവാക്കിയിരുന്നു, ഒന്നിനും പറ്റൂല. അത് തപ്പി പിടിച്ച് കണ്ടാണ്, അത് മേറയാക്കുമ്പോൾ പോയി തപ്പി പിടിച്ച് അതിൻ്റെ എന്താ പറയാ മെല്ലെ ഒന്ന് ഓണാക്കിയാൽ മതി. അത് ഡിസ്പ്ലേ ഒക്കെ കേടന്ന ഒന്നിനും പറ്റൂല. ഓണാക്കിയിട്ട് കടയിൽ പോയി മെല്ലെ ഒന്ന് ഓണാക്കിയിട്ട് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എടുത്തുകാണ്ട് അവിടെ ചത്ത കിടക്കുന്നുണ്ട് ഇപ്പോൾ കിട്ടോ ഫോണ്. എന്നാലും ആ ഒരു വേസ്റ്റ് ഫോണിനെ കൊണ്ട് നമുക്ക് കിട്ടിയ ഉപകാരമല്ലേ. അപ്പം എന്താ വെച്ചാൽ അതൊക്കെ തുറക്കാൻ കഴിയൂല. നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മക്കല്ലേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ലല്ലോ. അത് ചെയ്തു തരുന്ന ആളുകൾക്ക് വരെ അത് തുറക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഫോൺ ഓപ്പൺ ആവണം. അപ്പൊ ഓപ്പൺ ആവൂല. അപ്പൊ എല്ലാം കൂടി ആയപ്പോഴേ ഭയങ്കര ടെൻഷന്. ഏതായാലും ഇതുവരെ പരിശ്രമിച്ചുകാണ്ട് തുറന്നു തന്നു കേട്ടോ. റെഡിയാക്കി വേറെ ഒരു ദീക്ക് തൽക്കാലം റെഡിയാക്കിക്കാണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പൊ എല്ലാവരും മാക്സിമം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ടിട്ടോ. ഞാൻ യൂട്യൂബൊക്കെ പോയി എന്ന് കരുതി, പിന്നെ ഭയങ്കര ടെൻഷനില്ല. ലൈലാത്ത 4-5 ദിവസമായിട്ട് വിളിച്ചോന്നുമില്ല കേട്ടോ. അപ്പം താത്ത 5-6 ദിവസമായിട്ട് ഞാനും കരുതി ആരെ ഫോൺ നമ്പറും ഇല്ല പറഞ്ഞാൽ ഒരാളെ ഫോൺ നമ്പറും ഇല്ല. ഫോണ് പോയില്ലേ, ഏലും സേവ്ഡ് അല്ല. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ലൈലാത്ത ഒന്ന് വിളിക്കണത് രാവിലെ. എന്താ റിഷ എൻ്റെ വീഡിയോസൊന്നും കാണില്ല, എന്താ പറ്റിയേ ചോദിച്ചുകാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈലാത്തി പറഞ്ഞു എന്ത് പണിയാണ് കാണിച്ചത്, എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ ഫോണിൽ ആഡ് ചെയ്താൽ മതിയായിരുന്നു പറഞ്ഞു. നമ്മൾ ഷെമീർക്കും പറഞ്ഞു കേട്ടോ, എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി, ഒരുപാട് സന്തോഷം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് പഴയ പോലെ വീഡിയോ ഇടാൻ കഴിയട്ടെ അല്ലേ. അപ്പോൾ ഒരുപാട് വീഡിയോകൾ മിസ്സായിപ്പോയിട്ടോ. അന്ന് ആ ഫോണ് പൊട്ടണ അന്ന് നമ്മൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നില്ലടാ. നല്ലൊരു അൺബോക്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഇത്ത ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു. ആ ഇത്ത കാണുന്നുണ്ടാവും കേട്ടോ. എനിക്ക് നിങ്ങളൊന്നും നമ്പർ അറിയില്ല, കാരണം നമ്പർ ഇല്ല, ഫോണൊക്കെ പോയില്ലേ. അപ്പോൾ ആ ഇത്ത കാണുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മക്കൾക്ക് നിങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു, ഒരുപാട് മിഠായികളൊക്കെ കൊടുത്തയച്ചിരുന്നു. അവർ ബേബിയാക്കിലെ സോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകാണ്ട് അവർക്ക് വിളിച്ചും ചെയ്തു. അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു ഞാൻ വീഡിയോസിൽ ഇടട്ടെ ചോദിച്ചപ്പോൾ വീഡിയോസിൽ ഇടണമെന്നൊന്നുമില്ല, അത് നിങ്ങളെ ഇഷ്ടം. എനിക്കൊരു വീഡിയോ ഇട്ടുകാണ്ട് അയച്ചു തരണം, എനിക്ക് എൻ്റെ മക്കളതൊക്കെ ഒന്ന് കാണാനാണ് കാരണം.
അപ്പൊ അതിനു വേണ്ടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. നല്ലൊരു അൺബോക്സിങ് ആയിരുന്നു. നമ്മളെ വീഡിയോ നന്നായി കയറി പോണ ഒരു ഇതുമായിരുന്നു അല്ലേടാ. നല്ല അൺബോക്സിങ് ആയിരുന്നു. കുട്ടികൾക്ക് മിഠായിയും സോപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിത്തെ കാണുന്നുണ്ടാവും. കാണുകയാണെങ്കിൽ പേഴ്സണലായി എനിക്ക് ഇതിൻ്റെ നമ്പറിലൊന്ന് വിളിക്കണം കേട്ടോ. ഫോണിൽ ആയിരുന്നു എല്ലാം. നമ്മൾ വീഡിയോ എടുത്ത് റെഡിയാക്കി വെച്ച് അത് നാളെ അവരോട് ചോദിച്ചിട്ടല്ലേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ചപ്പോൾ അവർ ചെയ്യാനും പറഞ്ഞു. അപ്പം അന്ന് വീഡിയോ ഇട്ടും ചെയ്തു. എന്നാൽ ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇടാന്ന് കരുതി ഒക്കെ റെഡി ആക്കി വെച്ചിരുന്നു. അത് ഓപ്പൺ ചെയ്യണതും പിന്നെ അൺബോക്സ് ചെയ്ത് എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുക്കണോ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഇല്ല, അത് എനിക്ക് കാണിച്ചു തരാനുള്ള ഭാഗ്യം എനിക്കും ഇല്ല. എന്താ ചെയ്യാ. അപ്പൊ എന്താ ആയിത്താനോട് ഒരുപാട് നന്ദി പറയണം. ആയിത്ത ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് വിളിക്കോണ്ടിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. അവർക്കത് കാണിച്ചു കൊടുക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവര് വീഡിയോസിൽ പെടണമെന്നൊന്നുമില്ല, എനിക്ക് വിട്ടുതരുവേണ്ടി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതിനും വേണ്ടിയിട്ടും ഞാൻ വീഡിയോ എടുത്തിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല, അത് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളില്ലടാ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു വെച്ചത് നമ്മൾക്ക് കുടുങ്ങുമ്പോഴൊക്കെ ഇടാനും വേണ്ടിയിട്ട് അതൊക്കെ പോയി മക്കളെ. പക്ഷെ അത് നമുക്ക് ഇനിയും തുടങ്ങാല്ലേ. ഭയങ്കര സങ്കടം. ഞാൻ ഷമീർക്കൊക്കെ അടിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ലൈലാത്താക്കൊക്കെ അടിച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ട് സങ്കടം വന്നു. കാരണം അമ്മക്കിപ്പോൾ ഒരു മെല്ലെ പിച്ച വെച്ചുകാണ്ട് കോഴിക്കോട് നിന്ന് ഒരു ഇത്തേക്ക് വിളിച്ചിരുന്നു കേട്ടോ. ഫോസിയത്തൊക്കെ എപ്പോഴും വിളിക്കണതാണ്. എന്നോട് താത്ത പറഞ്ഞും ചെയ്തു, ഒന്ന് പിച്ച വെച്ച് വരികയായിരുന്നു ലേറിഷെ. പച്ച പിടിച്ച് വന്നപ്പോത്തിന് സാരല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഒരുപാട് ആളുകൾ മെസ്സേജ് വിട്ടു കേട്ടോ. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ അതിനൊരു തീരുമാനമായി. അതാണ് എനിക്കൊരു വല്ലാത്ത സന്തോഷം. എന്തൊക്കെയാ വരേണ്ട അറിയില്ല. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഓപ്പൺ ആക്കാൻ പറ്റും. പക്ഷെ ഷമീർക്ക പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ ആ ഓപ്പൺ ചെയ്തുതരാം, ഈ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കല്ലേ, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എന്തിനും നമുക്കൊരു സമയം ഉണ്ടല്ലോ. അവർക്കും തന്നെ അത് ഓപ്പൺ ആക്കണമെങ്കിൽ കുറേ എന്തെങ്കിലുമൊക്കെ നമ്മളെ അക്കൗണ്ട് ഒരാൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണ് വേണമല്ലേ, അതും ഇല്ലല്ലോ. ഈ മെലഡിയ അതേപോലെ പാസ്വേഡും അറിയില്ല. അപ്പോൾ അത് പോയി എന്ന് കരുതി. ലൈലാത്തൊക്കെ വിളിച്ചപ്പോൾ ഒരുപാട് ഇത് തന്നിട്ടോ അല്ലേടാ. ലൈലാത്ത നീ സങ്കടപ്പെടണ്ട റിഷ, നമുക്ക് രണ്ടാമത് അക്കൗണ്ട് തുടങ്ങാൻ എന്നെ സപ്പോർട്ട് ചെയ്തരും എല്ലാവരും. ഞാനും പറഞ്ഞോളാം, വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടോ. ആദ്യം തന്നെ ഭയങ്കര സങ്കടം. നമ്മളെ കയ്യിൽ നിന്ന് ഇത്രയും എത്ര ആയടാ 78K സബ്സ്ക്രൈബറൊക്കെ ആയില്ലേ. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച 1 ലക്ഷമൊക്കെ പെട്ടെന്ന് കയറി പോകും. പക്ഷേ എന്താ നമ്മളാ ഷോർട്സ് ഒന്നും വല്ലാത്ത ഇടാത്തോണ്ടേ ലൈലാത്യം പറഞ്ഞു, ഈ ആ മെറ്റീരിയൽമ കൂടിയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും നന്നായിട്ട് കയറി പോണില്ല ഒക്കെ പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ മാസവും ഈ മാസമൊന്നും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ വ്യൂ കയറണം, എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ കയറണം. പിന്നെ യൂട്യൂബിന് നിയമങ്ങളുണ്ട്, $100 ആതെ യൂട്യൂബ് നമുക്ക് പൈസ തരൂല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് നിർത്തണം എന്ന് കരുതിയിരുന്നു അൺബോക്സിങ് ഒക്കെ വന്നപ്പോൾ. അതിൻ്റെ മുന്നത്തെ അതിന് നമുക്ക് കിട്ടിയിരുന്നു. കാരണം അന്ന് സിലുവിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി, അതൊക്കെ 1 ലക്ഷം കയറി പോയോണ്ട് നമുക്ക് അൽഹംദുലില്ലാ അതിമന്ന് ചെറുതായിട്ട് ഡോളറൊക്കെ കിട്ടി. നമുക്ക് ആ മാസം സാലറി ഒക്കെ യൂട്യൂബ് തന്നിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായി, ഈ പ്രാവശ്യം ഇങ്ങനെയായി. ഇപ്പോൾ 5-6 ദിവസമായില്ലടാ വീഡിയോസ് ഇടാതെ. അപ്പോൾ ആ ഏണിങ്സും കുറഞ്ഞു. പക്ഷെ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഏതെങ്കിലും നോട്ട്ബുക്കിൻ്റെ തുഞ്ചത്തെങ്കിലും എഴുതി വെച്ചോണ്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളെ ചാനൽ തിരിച്ചു കിട്ടുമെന്ന്. ഒരുപാട് സങ്കടമായി. പിന്നെ ഷമീർക്ക് ലൈലാത്തൊക്കെ നല്ല പറഞ്ഞു തന്നിരുന്നു കേട്ടോ, എനിക്ക് കിട്ടും, ഈ പേടിക്കേണ്ട, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മളാ പഴയ സെറ്റിന്ന് കുത്തി പൊളിച്ചെടുത്തു കേട്ടോ. അവനൊരു മുതലല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മളെ പുതിയ വീഡിയോസുകളൊക്കെ വരും, അപ്പോൾ അതൊക്കെ മാക്സിമം കാണുക. പിന്നെ ബെഡ് മെറ്റീരിയലും അതൊക്കെ നിന്നു പോയി. എന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ ബെഡ് മെറ്റീരിയലിനെ പറ്റിയൊന്നും പറയായിട്ടേ അതൊക്കെ നിന്നു പോയി. പിന്നെന്താടാ പറയാൻ വിചാരിച്ചത്, പിന്നെ അന്ന് പൈസ ഇട്ടോരും അതേപോലെ സാധനം കിട്ടാത്തവരും ഒന്ന് വിളിക്കോണ്ടിട്ടോ. കാരണം എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയണില്ല, ഫോണ് കംപ്ലൈൻ്റ് ആയില്ലേ. പിന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മെസ്സേജ് കിട്ടിയിരുന്നു കേട്ടോ. എനിക്ക് മെസ്സേജ് ഇടയില്ല, വിളിച്ചിരുന്നു, മെസ്സേജ് ഒന്നും എടുക്കണില്ലല്ലോ കാരണം ഫോണ് പോയില്ലേ. ഫോണിൻ്റെ നമ്പർ ഞാൻ വേറൊരു ചെറിയ ലോക്കൽ ഫോണിലിട്ടു.
അപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു കൂടുതൽ, എന്താ നിങ്ങൾ പൈസ ഇട്ടിട്ടും റിപ്ലൈ തരാത്തതെന്ന് ചോദിച്ചുകാണ്ട്. അപ്പോൾ അവരെ സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇന്ന് വരെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ബൺ മെറ്റീരിയൽ നമ്മൾ വിട്ടിട്ടുണ്ട് കൊറിയർ. പിന്നെ 2-3 ആളുകളും കൂടി ഉണ്ട്. ഒരു മുറിച്ചുകാണ്ടില്ലേ ഒരു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി 250 ഗ്രാം വാങ്ങിച്ചിരുന്നു. അവരിതുവരെ വിളിച്ചിട്ടില്ല. ഒന്ന് വിളിക്കൊണ്ടിട്ടോ പ്ലീസ്, ഒന്ന് വിളിച്ചിട്ട് ആരതായാലും 10 രൂപ അല്ലേ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാക്ക പറയുന്നത് ടെൻഷൻ അടിക്കാണ്ട് അവർ വിളിക്കും പറയും. അപ്പം വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കിട്ടോ, എൻ്റെ നമ്പർക്ക് നിങ്ങളെ അഡ്രസ്സ് തരി, നിങ്ങൾ പൈസ ഇട്ടിക്കണേ ആ സ്ക്രീൻഷോട്ട് ഒന്നും കൂടി വിട്ടേരി, നമ്മൾ ഇവിടുന്ന് നാളെ പാർസൽ വിടും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. കുഞ്ഞുമണികളെ ഇതാക്കണം കേട്ടോ, എല്ലാവരും വികൃതി കാട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതുവോ സലാം പറയും. അസ്സലാമു അലൈക്കും.